സുരേഷ് ചേട്ടന് ഫുഡിന് ഭയങ്കര പ്രശ്നമാണ്. എന്ത് കാര്യം കൊടുത്താലും എന്തിനൊരു കുറവ് പറയുന്നോണ്ടേക്കും. അപ്പം ഞാൻ പറഞ്ഞു, അമൃത ഹോട്ടലിൽ ലിറ്റിൽ കയറുമ്പോൾ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ കാപ്പാട്ടിൽ കുറ്റം പറയുന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു കുട്ടിക്ക് 2 മാസമെങ്കിലും ട്രെയിനിങ് നിങ്ങളുടെ അമ്മയെടുത്ത് കൊടുത്താലല്ലാണ്ട് ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ സുരേഷ് ചേട്ടൻ പറഞ്ഞു, എന്നാ പിന്നെ നീ എപ്പോഴാണ് എന്റെ വീട്ടിൽ എന്റെ അമ്മയെടുത്ത് ട്രെയിനിങ്ങിന് വരുന്നു എന്ന് പറഞ്ഞു. അതായിരുന്നു ഇദ്ദേഹം എന്റെ അടുത്ത് ചോദിക്കുകയായിരുന്നു. അപ്പൊ മാം തിരിച്ചെന്തെങ്കിലും വേറെ പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? പറഞ്ഞിരുന്നെങ്കിൽ അപ്പൊ നോക്കാം. നമ്മുടെ എല്ലാം അങ്ങനെയാണല്ലോ. ശരി അപ്പൊ ഒക്കൂല ശരി ഒക്കൂല, അത്രയല്ലേ മാത്രമല്ല അങ്ങനെ പറയൂലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. സിഗ്നൽസ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു ഇവിടെ. അത് എന്നെ മനസ്സിലാക്കി കാണും. നല്ല പൊട്ടി പെണ്ണാണ് പിടിച്ച് എളുപ്പത്തിന്. രേവതിയും ഡയറക്റ്റ് ചെയ്യണം, കീർത്തി അഭിനയിക്കണം എന്നുണ്ട്. പക്ഷെ ഞാനും സുരേഷ് ചേട്ടൻ അതിലുണ്ടാവോ എന്നുള്ളതൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. പിന്നെ രേവതി കലാമന്ദിറിന്റെ കാര്യം ചേട്ടനോട് ചോദിച്ചാൽ അല്ല, അത് നോക്കട്ടെ, വരുന്നത് ഇതൊക്കെ സംഭവിക്കുന്നതല്ലേ. അല്ലാതെ നമ്മൾ മുൻകൂട്ടി ഇങ്ങനെ പ്ലാൻ ചെയ്ത് അങ്ങനെ ചെയ്യാനൊന്നുമില്ല. അതൊക്കെ കീർത്തിയുടെ കാര്യം തന്നെ നമ്മളൊന്നും പ്ലാൻഡ് അല്ലല്ലോ. ഒരു പെട്ടെന്ന് ഒരു ദിവസം ലണ്ടനിൽ പഠിക്കാൻ പോകുന്നു, പെട്ടെന്ന് കീർത്തി മറ്റേ ഗീതാഞ്ജലിയിൽ അഭിനയിക്കാൻ പോകുന്നു വാർത്ത വരുന്നു. നമ്മളിങ്ങനെ ശരിക്കും കീർത്തി അഭിനയിക്കുകയാണോ എന്നിട്ടുള്ള ഒരു ഇതിലായിരുന്നു. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്തില്ല. ഇതും അതുപോലെ എപ്പോഴെങ്കിലും അതൊക്കെ ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെന്ന്. ഞാൻ അങ്ങനെയാണ്. അല്ലാതെ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാം, അങ്ങനെ വരുന്നിടത്ത് വരുന്ന പോലെ. അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ ആദ്യം തുടക്കത്തിൽ ചോദിക്കണം വെച്ചാൽ, മാം യു ലുക്കിംഗ് ആസ് പ്രെറ്റി ആസ് എവർ. പണ്ടത്തെ അല്ലെ അതേ ഇതിൽ തന്നെ മാം ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാണ്. ഹൗ ഡു യു മെയിൻറ്റെയിൻ ദ? ഡയറ്റ് ആണോ, എക്സസൈസ് ആണോ? എക്സസൈസ് ഉണ്ട്. ഡയറ്റ് ഞാൻ സിമ്പിൾ ആയിട്ട് വെജിറ്റേറിയൻ കഴിക്കുന്ന അത്രേ ഉള്ളൂ. വലിയ ഓയിൽ ഫുഡൊന്നും കഴിക്കത്തൊന്നുമില്ല. പക്ഷെ സുരേഷ് ചേട്ടൻ കല്യാണം കഴിച്ചതിന്റെ തൃപ്തിയുണ്ട്. അതായിരിക്കും ആദ്യം. ഞാൻ ഇടയ്ക്ക് നോക്കിയിരുന്നു 1987 36 years ഓഫ് അല്ലെ മാരീഡ് ലൈഫ്, 36 years ഓഫ് ഹാപ്പിലി മാരീഡ് ലൈഫ് എന്ന് വേണം പറയാൻ. ശരിക്കും അപ്പൊ എന്താ ഇതിന്റെ ഒരു ശരിക്കും സീക്രട്ട്? ഈ ഒരു ഹാപ്പിനെസിന്റെ? ഹാപ്പിനെസ് ആണ്. എപ്പോഴും നെഗറ്റീവ് വിചാരിക്കാറില്ല, എപ്പോഴും പോസിറ്റീവ് ആണ്. ഉള്ളത് കൊണ്ട് നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അല്ലാതെ നമ്മൾ അമിതമായിട്ട് ആഗ്രഹിക്കാൻ പോകുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ദൈവം തരുന്നത് എന്തായാലും അത് സന്തോഷമായിട്ട് സ്വീകരിച്ച് ജീവിച്ചാൽ ഒരു കുഴപ്പമില്ല. ഇല്ലാത്തതിന് വേണ്ടി പറന്ന് പറന്ന് ഓടി പിടിക്കാനുള്ള ആഗ്രഹങ്ങൾ. ഹാപ്പി വിത്ത് വാട്ട് യു ഹാവ്, വാട്ട് യു ഗെറ്റ്. അപ്പൊ പിന്നെ കൂടുതലായിട്ട് നമ്മള് നിരാശ ഉണ്ടാവില്ല. നിരാശ ഉണ്ടാവുമ്പോഴാണല്ലോ അയ്യോ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, നേടാൻ പറ്റിയില്ല. എന്ത് നമ്മുടെ വഴിക്ക് വരുന്നു അതുപോലെ പോവുക. ഞാൻ പണ്ട് ഇങ്ങനെ ഒരു ലവ് സ്റ്റോറി കേട്ടിട്ടുണ്ട്. ഒരു ലിഫ്റ്റിൽ വെച്ച് ഒരാളോട് ഇഷ്ടം പറയുന്ന ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറി. ആ ലവ് സ്റ്റോറി നമുക്കൊന്ന് ഇപ്പൊ കേൾക്കാൻ പറ്റുമോ? നിനക്കറിയാലോ? അതെ, എനിക്കറിയാം. പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയില്ലല്ലോ. ഞാൻ 10 വർഷം മുന്നേ പണ്ട് ഒരു FM ചാനലിന് വേണ്ടിയിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നപ്പോ പറഞ്ഞ കഥയാണ്. അപ്പൊ എന്നിട്ട് ഞാനത് ഇടയ്ക്കുന്ന ഒരിക്കൽ കീർത്തിയോട് സംസാരിച്ചപ്പോ കീർത്തി പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു, എനിക്കറിയില്ലല്ലോ ആ കഥ. പറഞ്ഞിട്ട് കീർത്തി ചോദിക്കണ്ടായിരുന്നു. ആ കഥ ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്നും പറയാമോ?